അടുത്ത പ്രോട്ടോസോവൻ ഡിസീസാണ് അമീബിയാസിസ്. അമീബിയാസിസ് അഥവാ അമീബിക് ഡിസെൻട്രി. അമീബിയാസിസ് അഥവാ അമീബിക് ഡിസെൻട്രി. സോ മലയാളത്തിൽ ഇതിനെ അതിസാരം, വയറുകടി ഇങ്ങനെയൊക്കെയാണ് പറയുക. സോ അമീബിയാസിസ് അഥവാ അമീബിക് ഡിസെൻട്രി ഒരു പ്രോട്ടോസോവൻ ഡിസീസാണ്. അതിൻ്റെ പാത്തജൻ എന്ന് പറയുന്നത്, കോസറ്റീവ് ഓർഗാനിസം എന്ന് പറയുന്നത് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എൻഡമീബ പ്രോട്ടോസോവൻസിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക അതാണ് കോസറ്റീവ് ആയിട്ടുള്ള പാത്തജൻ. അതൊരു പ്രോട്ടോസോവനാണ്. സോ പ്രോട്ടോസോവൻ പാരസൈറ്റ് എന്ന് പറയുന്നത് അമീബിയാസിസിൻ്റെ എന്താണ്, എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. ഇത് എഫക്റ്റ് ചെയ്യുന്നത് ഹ്യൂമനിലെ ലാർജ് ഇൻഡസ്ട്രിയിലാണ്. ഈ എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക എന്ന് പറഞ്ഞ പ്രോട്ടോസോവൻ പാരസൈറ്റ് വന്ന് ഇൻഫെക്റ്റ് ചെയ്യുന്നത് എവിടെയാണ്, ലാർജ് ഇൻഡസ്റ്റൈൻ ഓഫ് ഹ്യൂമൻ. സോ നമുക്കിതിനെ ഇൻഡസ്റ്റൈനൽ ഡിസീസ് അറിയാം. ഇത് അമീബിയാസിസ് അഥവാ അമീബിക് ഡിസെൻട്രി എന്ന് പറഞ്ഞത് ഒരു ഇൻഡസ്റ്റൈനൽ ഡിസീസാണ്. ഇൻഡസ്റ്റൈനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസീസാണ്. അത് ലാർജ് ഇൻഡസ്റ്റൈനെയാണ് ഹ്യൂമനിൽ എഫക്റ്റ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സിംറ്റംസ് എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം, അതുപോലെ അബ്ഡോമിനൽ പെയിൻ, വയറുവേദന, ക്രാംസ്, മസിൽസ് പേശികൾക്കൊക്കെയുള്ള വേദന, അതുപോലെ സ്റ്റൂൾസ് വിത്ത് എക്സസ് മ്യൂക്കസ് ആൻഡ് ബ്ലഡ് കോട്ട്. സോ മോഷൻ വരുമ്പോൾ അതിലുള്ള സ്റ്റൂളുകളിലൊക്കെ മ്യൂക്കസ് കോമ്പോസിഷൻ ഉണ്ടാവും. അതുപോലെ മ്യൂക്കസും അതുപോലെ ബ്ലഡ് ക്ലോട്ടുകളും കാണും. ഇതൊക്കെയാണ് അതിൻ്റെ സിംറ്റംസ്. കോൺസ്റ്റിപ്പേഷൻ, അബ്ഡോമിനൽ പെയിൻ, ക്രാംസ്, സ്റ്റൂൾ വിത്ത് എക്സസ് മ്യൂക്കസ് ആൻഡ് ബ്ലഡ് ക്ലോട്ട്. പിന്നെ ഇതിനെ ഈ പറഞ്ഞ ഡിസീസിനെ സ്പ്രെഡ് ചെയ്യണത് നമ്മുടെ ഹൗസ് ഫ്ലൈ ആണ്. ഹൗസ് ഫ്ലൈ ആണ് മെക്കാനിക്കൽ കാരിയറായിട്ട് ആക്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ ഹൗസ് ഫ്ലൈ മെക്കാനിക്കൽ കാരിയറായിട്ട്, അതായത് ഈ പറഞ്ഞ ഡിസീസിനെ സ്പ്രെഡ് ചെയ്യാൻ സഹായിക്കുന്നത്? അത് ഫീസസ് ഓഫ് ഇൻഫെക്റ്റഡ് പേഴ്സൺ, ഈ ഡിസീസ് വന്ന ആളുടെ ഫീസസിൽ നിന്ന് ടു ഫുഡ് ആൻഡ് ഫുഡ് പ്രോഡക്റ്റ്. സോ അവരുടെ ഫീസസിൽ നിന്ന് ഫുഡ് ആൻഡ് ഫുഡ് പ്രോഡക്റ്റിലേക്ക് എത്തുകയാണെങ്കിൽ ആ ഫുഡ് ആൻഡ് ഫുഡ് പ്രോഡക്റ്റ് എന്തായി മാറും, കണ്ടാമിനേറ്റഡ് ആയിട്ട് മാറും. ഇങ്ങനെയാണ് ഈ ഡിസീസ് ഈ പറഞ്ഞ ഹൗസ് ഫ്ലൈ വഴി സ്പ്രെഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് ഫുഡ് കണ്ടാമിനേറ്റഡ് ബൈ ഫീക്കൽ മാറ്റർ. സോ ഫീക്കൽ മാറ്റർ ഇതുപോലെ നമ്മളെ ഈ ഹൗസ് ഫ്ലൈ വന്ന് ഇൻഫെക്റ്റഡ് പേഴ്സണിൽ നിന്ന് നമ്മുടെ നോർമൽ ഫുഡ് വാട്ടറിലൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ ആ ഫുഡും വാട്ടർ എന്തായിട്ട് മാറും, കണ്ടാമിനേറ്റഡ് ആവും. സോ ഡ്രിങ്കിങ് വാട്ടറും അതുപോലെ ഫുഡൊക്കെ ഇതുപോലെ ഹൗസ് ഫ്ലൈ മെക്കാനിക്കൽ കാരിയറായിട്ട് ആക്ട് ചെയ്ത് ഇൻഫെക്റ്റഡ് പേഴ്സൺ എന്ന ഫീക്കസിൽ നിന്ന് അവിടെ നിന്ന് പിന്നീട് നോർമൽ ഫുഡ് ആൻഡ് വാട്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ അതെന്തായി മാറും, ഫീക്കൽ മാറ്റർ എന്ന് വന്നു കഴിഞ്ഞാൽ അത് ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് ഫുഡ് കണ്ടാമിനേറ്റഡ് ആവും. അങ്ങനെ ഈ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡും വാട്ടറാണ് മെയിൻ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ. സോ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ, ഫുഡ് ഇവയിൽ നിന്നാണ് ഈ പറഞ്ഞ അമീബിക് ഡിസെൻട്രി അഥവാ അമീബിയാസിസ് വരുന്നത്. സോ സാനിറ്ററി മെത്തേഡുകളൊക്കെ വളരെ കുറവുള്ള ഏരിയയിലൊക്കെ ഈ അമീബിയാസിസ് അല്ലെങ്കിൽ അമീബിക് ഡിസെൻട്രി എന്നത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഡിസീസാണ്. സോ ഹൈജീനിക് വാട്ടർ ആൻഡ് ഹൈജീനിക് ആയിട്ടുള്ള ഫുഡ് കൺസ്യൂം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ റെമഡി. സോ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡും വാട്ടറും ഒരിക്കലും യൂസ് ചെയ്യരുത്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ എപ്പോഴും കവർ ചെയ്ത് അല്ലെങ്കിൽ മൂടി വെച്ച് ഉപയോഗിക്കണം. ഒരിക്കലും അത് ഓപ്പണായിട്ട് തുറന്നിടരുതെന്ന് പറയുന്നത്. സോ അമീബിക് ഡിസെൻട്രി അല്ലെങ്കിൽ അമീബിയാസ് എന്നൊരു കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രോട്ടോസോവൻ ഡിസീസാണ്. ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഇൻഡസ്റ്റൈനിലാണ് എഫക്റ്റ് ചെയ്യണേ. അതുകൊണ്ട് ഒരു ഇൻഡസ്റ്റൈനൽ ഡിസീസ് എന്നതിനെ പറയുന്നു.